ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്രിംഗിൾസ് ചിപ്സ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്വശത്തായിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചെറുത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി പേപ്പർ ടേപ്പ് വെച്ച് നമുക്ക് അടിവശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. രണ്ട് കാർഡ്ബോർഡിൽ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് റെഡ് കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വലിയ കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ തന്നെ റെഡ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് പംകിൻ സീഡാണ്. ഇത് നമുക്ക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി ബോട്ടിലിന് മുകളിലായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുക്കാം. പെയിൻ്റ് നല്ലതുപോലെ ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ സെൻറ്റർ ഭാഗത്തായിട്ട് മിറർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പംകിൻ സീഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ലേസ് വെച്ച് ഞാനൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ എടുത്ത കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ട് ഈ ചരടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വശത്തും ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഇതുപോലെ തന്നെ ഫാൻസിങ് ചരടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്ന് ബോർഡിൽ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയ കാർഡ്ബോർഡ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നേരത്തെ എടുത്ത ബോർഡിൽ നമുക്ക് 3 വശത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.